നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നേടിയ സ്വർണ്ണ കപ്പിന് പുതുക്കാട് ഉജ്ജ്വല സ്വീകരണം. നന്ദിക്കര റെയിൽവേ ഗേറ്റിൽ ലോറിയിടിച്ച് റെയിൽവേ വൈദ്യുതി ലൈൻ പൊട്ടി. ഒഴിവായത് വൻ ദുരന്തം. നാടാമ്പാടത്ത് കാട്ടാന കൃഷി നശിപ്പിച്ചു. കള്ളിച്ചിത്ര കോളനിക്ക് സമീപം വേങ്ങക്കൽ തങ്കച്ചന്റെ നേന്ത്രവാഴകളാണ് കാട്ടാന നശിപ്പിച്ചത്. മലയോര പ്രദേശങ്ങളിലെ മനുഷ്യ വന്യജീവി സംഘർഷം ഒഴിവാക്കാൻ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഹ്യൂമാനിസ്റ്റിക് റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മൂവ്മെന്റ് കോടാലിയിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. കല്ലൂർ കിഴക്കേ പള്ളിയിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ അമ്പു തിരുനാൾ ശനിയാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വാർത്തകൾ വിശദമായി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നേടിയ സ്വർണ്ണ കപ്പിന് പുതുക്കാട് ഉജ്ജ്വല സ്വീകരണം. പുതുക്കാട് നടന്ന സ്വീകരണ യോഗത്തിൽ KK രാമചന്ദ്രൻ MLA, പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ്, പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ്, അളഗപ്പ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി, നെന്മണിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു, തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ്, ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ ചേർന്നാണ് ജേതാക്കളെ എതിരേറ്റത്. നൂറുകണക്കിന് ആളുകളാണ് സ്വർണ്ണക്കപ്പ് കാണുവാനും തൊടുവാനും എത്തിയത്. ആദ്യം ജില്ലാ അതിർത്തിയായ കൊരട്ടിയിലും തുടർന്ന് ചാലക്കുടിയിലുമാണ് സ്വീകരണങ്ങൾ ഒരുക്കിയിരുന്നത്. റവന്യൂ മന്ത്രി K രാജൻ, TJ സനീഷ് കുമാർ MLA എന്നിവരുടെ നേതൃത്വത്തിലാണ് കൊരട്ടിയിൽ സ്വീകരിച്ചത്. പുതുക്കാടിന് ശേഷം ഒല്ലൂരിലും സ്വീകരണം നൽകി. റവന്യൂ മന്ത്രി K രാജനും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസും ജില്ലാ ടീമിനൊപ്പം സ്വീകരണ കേന്ദ്രങ്ങളിൽ അനുഗമിക്കുന്നുണ്ട്. കലോത്സവ വിജയത്തോടനുബന്ധിച്ച് ജില്ലയിലെ മുഴുവൻ വിദ്യാലയങ്ങളിലും വ്യാഴാഴ്ച വിജയദിനമായി ആചരിച്ചു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തിളങ്ങി വരന്തരപ്പള്ളി CJM AHS സ്കൂളിലെ പുണ്യയും ദേവനന്ദയും. സംസ്കൃത കഥാരചനയിൽ NV ദേവനന്ദയും ഓട്ടൻതുള്ളലിൽ NP പുണ്യയും A ഗ്രേഡുകൾ കരസ്ഥമാക്കി. തിരുവനന്തപുരത്ത് നടന്ന 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തൃശൂർ ജില്ല 26 വർഷത്തിന് ശേഷം ചാമ്പ്യന്മാരായി സ്വർണ്ണക്കപ്പ് നേടിയത് ജില്ലയ്ക്ക് അഭിമാനാർഹമായ വിജയമായതിനാൽ ആഹ്ലാദ സൂചകമായി ജില്ലയിലെ സ്കൂളുകൾക്ക് വെള്ളിയാഴ്ച ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അവധി പ്രഖ്യാപിച്ചു. ജില്ലയിലെ സർക്കാർ, എയ്ഡഡ്, അൺഎയ്ഡഡ്, CBSE, ICSE ഉൾപ്പെടെയുള്ള എല്ലാ സ്കൂളുകൾക്കും അവധിയായിരിക്കുമെന്ന് ഉത്തരവിൽ പറയുന്നു. നന്ദിക്കര റെയിൽവേ ഗേറ്റിൽ ലോറിയിടിച്ച് റെയിൽവേ വൈദ്യുതി ലൈൻ പൊട്ടി. ഒഴിവായത് വൻ ദുരന്തം. തൃശൂർ ഭാഗത്തേക്കുള്ള ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. 25,000 കിലോവാട്ട് ശേഷിയുള്ള വൈദ്യുതി ലൈനാണ് പൊട്ടിയത്. ഗേറ്റ് അടയ്ക്കുന്നതിനിടെ കടന്നുപോകാൻ ശ്രമിച്ച ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. രാവിലെ 11:37 അപകടം. നെടുമ്പാളിൽ നിന്ന് ടാർ മിക്സിംഗ് കൊണ്ടുവന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ലോറി ഇടിച്ചു തകർന്ന ഗേറ്റ് വൈദ്യുതി ലൈൻ തട്ടി കമ്പി പൊട്ടി വീഴുകയായിരുന്നു. വേണാട് എക്സ്പ്രസ് കടന്നുപോയതിന് തൊട്ടു പിന്നാലെയാണ് അപകടം. വൈദ്യുതി കമ്പി പൊട്ടി വീണതോടെ അവിടെ ഉണ്ടായിരുന്നവരെയെല്ലാം പരിഭ്രാന്തരായി ഓടിമാറി. ഈ സമയത്ത് പൊട്ടിവീണ കമ്പിയിൽ വൈദ്യുതി പ്രവാഹമുണ്ടായിരുന്നു. ലോറിക്കുള്ളിൽ കുടുങ്ങിയ ഡ്രൈവറെ റെയിൽവേ ഉദ്യോഗസ്ഥർ എത്തിയാണ് പുറത്തിറക്കിയത്. ഗേറ്റ് അടയ്ക്കാൻ നേരത്ത് വേഗത്തിൽ കടക്കാൻ ശ്രമിച്ച ലോറി തടയാൻ നോക്കിയിട്ടും നിർത്താതെ പോയതാണ് അപകടത്തിന് കാരണമെന്ന് ഗേറ്റ്മാൻ പറഞ്ഞു. അപകടത്തെ തുടർന്ന് തൃശൂർ ഭാഗത്തേക്കുള്ള ട്രെയിനുകൾ വിവിധ സ്റ്റേഷനുകളിൽ പിടിച്ചിട്ടു. എറണാകുളം ഭാഗത്തേക്കുള്ള ട്രെയിനുകൾ വേഗത കുറച്ച് കടത്തിവിട്ടു. കന്യാകുമാരി മംഗലാപുരം പരശുറാം എക്സ്പ്രസ് ചാലക്കുടിയിലും, തിരുവനന്തപുരം കോർബ എക്സ്പ്രസ് നെല്ലായിയിലും, തിരുവനന്തപുരം സെക്കന്ദരാബാദ് ശബരി എക്സ്പ്രസ് ചാലക്കുടി ഡിവൈൻ നഗർ സ്റ്റോപ്പിലും പിടിച്ചിട്ടു. റെയിൽവേ എഞ്ചിനീയറിംഗ് വിഭാഗം ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി വൈദ്യുതി ലൈൻ തകരാറ് പരിഹരിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. 2 മണിക്കൂറിന് ശേഷം ട്രെയിൻ ഗതാഗതം പൂർവ്വസ്ഥിതിയിലായി. നടാമ്പാടത്ത് കാട്ടാന കൃഷി നശിപ്പിച്ചു.
കല്ലിച്ചിത്ര കോളനിക്ക് സമീപം വേങ്ങയ്ക്കൽ തങ്കച്ചന്റെ നേന്ത്രവാഴകളാണ് കാട്ടാന നശിപ്പിച്ചത്. വിളവെടുക്കാറായ 30ഓളം നേന്ത്രവാഴകളാണ്. കഴിഞ്ഞ രാത്രിയിലാണ് കാട്ടാനകൾ കൃഷി നശിപ്പിച്ചത്. ശക്തമായ കാറ്റിൽ വരാക്കര പാലക്കുന്നിൽ റോഡിനു കുറുകെ തെങ്ങ് കടപുഴകി വീണു. കാൽനടയാത്രക്കാരി രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. തെങ്ങ് വീണ് വൈദ്യുത പോസ്റ്റും ഒടിഞ്ഞു വീണു. നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിലേക്കാണ് തെങ്ങ് വീണതെങ്കിലും സംഭവ സമയത്ത് റോഡിൽ വാഹനങ്ങൾ ഉണ്ടായിരുന്നില്ല. വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിയോടെയായിരുന്നു സംഭവം. പാലപ്പിള്ളി മേഖലയിൽ ഉടമസ്ഥരില്ലാതെ 100 കണക്കിന് പശുക്കളാണ് അലഞ്ഞു തിരിയുന്നതെന്നും ഇത് പുലി ജനവാസ മേഖലയിലേക്ക് എത്തുന്നതിന് കാരണമാകുന്നതായും പരാതി ഉയരുന്നു. എച്ചിപ്പാറ, ചൊക്കന, കുണ്ടായി, വലിയകുളം, തോട്ടം മേഖലയിൽ പുലി അടിക്കടി പശുക്കളെ കൊല്ലുന്നത് മൂലം ടാപ്പിംഗ് തൊഴിലാളികൾ അടക്കം ജനങ്ങൾ ഭീതിയിലാണ്. ഇതിന് പരിഹാരമായി ഉടമസ്ഥരില്ലാത്ത പശുക്കളെ മൊത്തം ലേലം വിളിച്ച് ഒഴിവാക്കണമെന്നാണ് ആവശ്യം ഉയരുന്നത്. ഇതു സംബന്ധിച്ച് മനുഷ്യാവകാശ പ്രവർത്തകനായ സുരേഷ് ചെമ്മനാടൻ ജില്ലാ കളക്ടർക്കും വരന്തരപ്പള്ളി പഞ്ചായത്ത് സെക്രട്ടറിക്കും നിവേദനം നൽകി. ഈ ഉടമസ്ഥരില്ലാത്ത പശുക്കളെ ലേലം ചെയ്ത് ഒഴിവാക്കണമെന്നും അതുപോലെ തന്നെ ഉടമസ്ഥരായിട്ടുള്ള പശുക്കൾ അവരുടെ വീടുകളിൽ തന്നെ പാർപ്പിച്ച് അവയെ നോക്കണമെന്നും ആവശ്യപ്പെട്ട് നമ്മൾ കളക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഈ പുലി പശുവിനെ പിടിച്ച് അവസാനം മനുഷ്യരിലേക്ക് എത്തുന്ന ഒരവസ്ഥയാണുള്ളത്. കല്ലൂർ കിഴക്ക് സെന്റ് റാഫേൽസ് പള്ളിയിലെ അമ്പുതിരുനാൾ ശനിയാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 10:30 തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ജോമോൻ താണിക്കൽ കാർമ്മികനാകും. ഫാദർ സിനോജ് നീലങ്കാവിൽ തിരുനാൾ സന്ദേശം നൽകും. വൈകിട്ട് 4 വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം തിരുനാൾ പ്രദക്ഷിണം നടക്കും. വെള്ളിയാഴ്ച രാവിലെ 6:30 വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ പോൾ തേക്കാനത്ത് കാർമ്മികനാകും. തുടർന്ന് രൂപം എഴുന്നള്ളിപ്പ്, അമ്പ് പ്രദക്ഷിണങ്ങൾ എന്നിവ നടക്കും. ഞായറാഴ്ച ഫാദർ ഫിജോ ജോസഫ് ആലപ്പാടൻ സംവിധാനം ചെയ്ത് കലൂർ കലാനികേതൻ അവതരിപ്പിക്കുന്ന സൈന്യാധിപൻ എന്ന നാടകം അരങ്ങേറും. വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ ചെറിയ ചീനപ്പള്ളി, മേജോ പനോക്കാരൻ, ജസ്റ്റിൻ കവലൂർ, പി സിജോയ് ജോസ് എന്നിവർ പങ്കെടുത്തു. കല്ലൂർ സെന്റ് റാഫേൽ ചർച്ചിലെ തിരുനാൾ ഈ വരുന്ന ജനുവരി 10ഉം 11ആണ്. 10-ാം തീയതി അമ്പും 11-ാം തീയതി തിരുനാളും. പിന്നെ 12-ാം തീയതിയാണ് നാടകം വെച്ചിരിക്കുന്നത്. നാടകത്തിൻ്റെ പേര് സൈന്യാധിപൻ. ഞങ്ങൾ പള്ളിയിലെ ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട്. ആ സംഘടനയുടെ പേരാണ് കല്ലൂർ കലാനികേതൻ. ഈ പെരുന്നാളിനോടനുബന്ധിച്ച് 12-ാം തീയതി നാടകം കളിക്കുന്നത് സൈന്യാധിപൻ എന്ന നാടകമാണ്. ഹിസ്റ്ററി ഓഫ് പവർഫുൾ സോൾജിയർ. ഈ നാടകത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ കർമ്മയോഗി എന്ന നാടകം രചിക്കുകയും സംവിധാനം ചെയ്യുകയും ചെയ്ത ഫാദർ ഫിജോ ജോസഫ് ആലപ്പാടൻ. ജനുവരി 10, 11, 12 ദിവസങ്ങളാണ് പെരുന്നാളിൻ്റെ ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 12-ാം തീയതിയാണ് കലാനികേതൻ നടത്തുന്ന നാടകം. നാടകത്തിൻ്റെ റിഹേഴ്സൽ തുടങ്ങിയിട്ട് ഏകദേശം 2 മാസത്തോളമായി. ഈ 2 മാസം ഈ പറഞ്ഞോളം തന്നെ കുട്ടികളടക്കം, ചെറിയ കുട്ടികളടക്കം, ഒരു 6 വയസ്സായ കുട്ടികൾ മുതൽ ഒരു 70 വയസ്സായുള്ള ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ഈ നാടകം നന്നായി തന്നെ വരുമെന്നുള്ളതും. കാരണം ഞങ്ങൾ ഈ നേരത്തെ പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ 4 നാടകം കളിച്ചു കഴിഞ്ഞു. അതിൽ നിന്നും വിട്ട് തീർത്തും പ്രൊഫഷണലായ ഒരു നാടകം. വരന്തരപ്പള്ളി ചെമ്മണ്ണൂർ ജോസഫ് മെമ്മോറിയൽ അസംഷൻ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 87-ാം വാർഷികവും ഹയർ സെക്കൻഡറി രജത ജൂബിലി ആഘോഷവും അധ്യാപക രക്ഷാകർതൃ ദിനവും സംഘടിപ്പിച്ചു. കെ രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൻ ജോസ് കോനിക്കര അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് മുഖ്യാതിഥിയായി. ഫോട്ടോ അനാച്ഛാദനം തൃശൂർ അതിരൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസി മാനേജർ ഫാദർ ജോയ് അടമ്പുകുളം നിർവഹിച്ചു. എറണാകുളം ഹയർ സെക്കൻഡറി മേഖല ഉപമേധാവി PG ദയ HSS എൻഡോമെന്റ് വിതരണം നടത്തി. HS എൻഡോമെന്റ് വിതരണവും ചടങ്ങിൽ നടന്നു. ഈ വർഷം സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകരായ സീന കെ സീത, T ഷെർബിൻ കുര്യൻ, T ഷീന ജോസഫ്, IO ആനി എന്നിവർക്ക് യാത്രയയപ്പും നൽകി. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ A അൻസാർ, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷീല ജോർജ്, പഞ്ചായത്ത് അംഗം ജോൺ തുലാപ്പറമ്പിൽ, ഫാദർ ഫ്രാൻസിസ് പുത്തുക്കര, വരന്തരപ്പള്ളി SHO KN മനോജ്, റിട്ടയർഡ് സ്റ്റാഫ് അസോസിയേഷൻ പ്രസിഡന്റ് VA ഷാജു,
വരദരപ്പള്ളി സെന്റ് ആന്റണീസ് LP സ്കൂൾ പ്രധാനാധ്യാപകൻ KJ സെബി, റിട്ടയർഡ് പ്രിൻസിപ്പൽ ജാൻസി ആന്റണി പാനികുളം, മുൻ പ്രധാനാധ്യാപകൻ ജോബ് PC മഞ്ഞളി, സ്കൂൾ മാനേജർ ഫാദർ ജെയ്സൺ കൂനംപ്ലാക്കൽ, പ്രിൻസിപ്പൽ ബെജിൻ പ്രിൻസ്, പ്രധാനാധ്യാപകൻ ജോവൽ V ജോസഫ്, PTA പ്രസിഡന്റ് PC ജോസ്, PTA വൈസ് പ്രസിഡന്റ് VM അഗസ്റ്റിൻ, MPTA പ്രസിഡന്റ് ജിൻസി ബിജു, കൺവീനർ PL ഷിജു എന്നിവർ സന്നിഹിതരായി. തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി. പുതുക്കാട് ദേശീയപാതയോരത്ത് അനധികൃതമായി പ്രവർത്തിക്കുന്ന ഭക്ഷണ വിതരണ സ്ഥാപനം അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്ക് പരാതി. ഈ സ്ഥാപനത്തിന് പഞ്ചായത്തിന്റെ ലൈസൻസ് ഇല്ലെന്നും പഞ്ചായത്തിന്റെയും ഫുഡ് ആൻഡ് സേഫ്റ്റി അധികൃതരും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും ഒത്താശയോടെയാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നതെന്ന് സംശയിക്കുന്നതായി BJP പുതുക്കാട് മണ്ഡലം വൈസ് പ്രസിഡന്റ് ജോയ് മഞ്ഞളി, BJP പുതുക്കാട് മണ്ഡലം ജനറൽ സെക്രട്ടറി ബിജു തച്ചംകുളം എന്നിവർ ആരോപിച്ചു. ഭക്ഷ്യ വിഷബാധ ഉണ്ടാകാനിടയായാൽ പ്രശ്നം ഗുരുതരമാകുമെന്നും ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാൻ എത്രയും വേഗം നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് BJP പ്രവർത്തകർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന് പരാതി നൽകിയത്. മാലിന്യമുക്ത ഇടവും സുരക്ഷയും നിലനിർത്താൻ പോങ്കോത്തറയിൽ നിരീക്ഷണ ക്യാമറയും ബ്യൂട്ടി സ്പോട്ടും സ്ഥാപിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് നിരീക്ഷണ ക്യാമറ നാടിന് സമർപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ ബ്യൂട്ടി സ്പോട്ട് ഉദ്ഘാടനം ചെയ്തു. പറപ്പുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കവിത സുനിൽ, പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ശൈലജ, വികസന കാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ KC പ്രദീപ്, പഞ്ചായത്ത് അംഗങ്ങളായ രാധ വിശ്വംഭരൻ, ഷീന പ്രദീപ്, ഷീബ എന്നിവർ സന്നിഹിതരായി. മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി പറപ്പുകര ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വീടുകളിലേക്ക് ബയോബിൻ വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് അധ്യക്ഷത വഹിച്ചു. MK ശൈലജ, രാധ വിശ്വംഭരൻ, PC ഷീജ, CB രാധിക എന്നിവർ പ്രസംഗിച്ചു. 4,17,000 രൂപ ചെലവിൽ പഞ്ചായത്തിലെ 250 വീടുകളിലേക്കാണ് ബയോബിൻ നൽകുന്നത്. മലയോര പ്രദേശങ്ങളിലെ മനുഷ്യ വന്യജീവി സംഘർഷം ഒഴിവാക്കാൻ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കുക, വന്യമൃഗ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഹ്യൂമാനിസ്റ്റിക് റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മൂവ്മെന്റ് കോടാലിയിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. TUCI സംസ്ഥാന പ്രസിഡന്റ് MK തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു. ഹ്യൂമാനിറ്റിസ്റ്റിക് റൈറ്റ്സ് പ്രൊട്ടക്ഷൻ സംസ്ഥാന ചെയർമാൻ ജോൺസൺ പുല്ലൂത്തി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കൺവീനർ സുധീഷ് പാലപ്പിള്ളി, ജില്ലാ പ്രസിഡന്റ് ബൈജു കോരേച്ചാൽ, PJ മോൻസി, വർഗീസ് തെക്കേത്തല, ഹ്യൂമാനിറ്റിസ്റ്റിക് റൈറ്റ് പ്രൊട്ടക്ഷൻ മൂവ്മെന്റ് വനിതാ വിംഗ് സംസ്ഥാന പ്രസിഡന്റ് അനിത സന്തോഷ്, SC/ST വിഭാഗം സംസ്ഥാന പ്രസിഡന്റ് കുമാരൻ പോത്തിക്കര, ലിൻസൺ പല്ലൻ, ഗോപി ആലുവക്കാരൻ എന്നിവർ പ്രസംഗിച്ചു. വ്യവസായ വാണിജ്യ വകുപ്പ് പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് സംരംഭ വർഷത്തിന്റെ ഭാഗമായി നടത്തിയ സംരംഭക സഭ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഷൈനി ജോജു അധ്യക്ഷയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷാജു കാളിയങ്കര, പ്രീതി ബാലകൃഷ്ണൻ, CP സജീവൻ, ഫിലോമിന ഫ്രാൻസിസ്, വ്യവസായ വികസന ഓഫീസർ VA സെബി, CDS ചെയർപേഴ്സൺ അമ്പിളി ഹരി, എന്റർപ്രൈസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് നിമിത ശ്യാം, വിവിധ ബാങ്ക് മാനേജർമാരായ MK വൃദ്ധ, VK ഷബീന, വിഷ്ണു മുരളി എന്നിവർ പ്രസംഗിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കല്ലൂർ വെസ്റ്റ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഭദ്രം മരണാനന്തര ധനസഹായ വിതരണവും ഭദ്രം പ്ലസ് ചികിത്സാ ധനസഹായവും സംഘടിപ്പിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് സെബാസ്റ്റ്യൻ മഞ്ഞളി ധനസഹായ വിതരണം നടത്തി. യൂണിറ്റ് പ്രസിഡന്റ് വാസുദേവൻ നായർ അധ്യക്ഷത വഹിച്ചു. തൃക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ്, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും പുതുക്കാട് മണ്ഡലം ജനറൽ കൺവീനറുമായ PG രഞ്ജിമോൻ, കല്ലൂർ വെസ്റ്റ് ജനറൽ സെക്രട്ടറി സജിത് രാമൻ പൂന്തുരുത്തി എന്നിവർ സന്നിഹിതരായി. ഈ ബന്ധം തുടർന്നുകൊണ്ടിരിക്കുക. അവർക്ക് ഏതൊക്കെ വിഷമങ്ങളുണ്ടെങ്കിലും ആ വിഷമങ്ങളിലൊക്കെ സംഘടന ഏർപ്പെട്ടുകൊണ്ടിരിക്കുക. ഇന്ന് ലോകത്തില് ഒരു സംഘടനയ്ക്കും ചെയ്യാൻ പറ്റാത്ത തരത്തിലാണ് ഇന്ന് വ്യാപാരി സംഘടന. എല്ലാ കാര്യങ്ങളിലും അവരോടൊപ്പം നിൽക്കുന്ന, അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളിലും എല്ലാ പ്രശ്നങ്ങളിലും. സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷന്റെ സ്തുത്യർഹ സേവനത്തിനുള്ള അവാർഡ് CBI തിരുവനന്തപുരം ബ്യൂറോ ഹെഡ് കോൺസ്റ്റബിളും നന്ദിപുരം മാഞ്ഞൂർ സ്വദേശിയുമായ IB ശ്രീനിവാസന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ സമർപ്പിച്ചു. മാഞ്ഞൂർ ഇല്ലിക്കൽ ബാഹുലയന്റെ മകനാണ്. മുൻപും നിരവധി പുരസ്കാരത്തിന് ഇദ്ദേഹം അർഹനായിട്ടുണ്ട്.
തലോർ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവാതിര പുണർദം തിരുവുത്സവത്തിന്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനം നടത്തി. ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ VK വിജയൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രം രക്ഷാധികാരി EV കൃഷ്ണൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. പ്രസിഡന്റ് EP നാരായണൻ നമ്പൂതിരി, സെക്രട്ടറി K സുനിൽകുമാർ, ജോയിന്റ് സെക്രട്ടറി KC മോഹനൻ, മാതൃസമിതി പ്രസിഡന്റ് സൗമ്യ മോഹൻ, ബിജു നമ്പൂതിരി, AG രാജേഷ് എന്നിവർ സന്നിഹിതരായി. നാരായണീയം പാരായണം ചെയ്യുന്ന മുതിർന്നവരെ ചടങ്ങിൽ സമിതി പ്രസിഡന്റ് ആദരിച്ചു. ദേശീയ അവാർഡ് നേടിയ ഡോക്ടർ PK സുബ്രൻ, നീറ്റ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ജ്യോതിക പ്രകാശ്, 90 വയസ്സിലും ആഴ്ചയിൽ നോവലുകൾ വായിക്കുന്ന കൊല്ലേരി സരോജിനി അമ്മയെയും യോഗത്തിൽ അനുമോദിച്ചു. പൂക്കോട് ഭഗവതിക്കാവ് ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം ഈ മാസം 14 നടക്കും. താലപ്പൊലി ദിവസം രാവിലെ 9 ശീവേലി എഴുന്നള്ളിപ്പുണ്ടായിരിക്കും. കേളത്ത് സുന്ദരന്മാരും സംഘവും മേളത്തിന് നേതൃത്വം വഹിക്കും. ഉച്ചയ്ക്ക് 12:10 മുതൽ ക്ഷേത്ര സന്നിധാനത്ത് കാവടിയാട്ടം നടക്കും. ഉച്ചതിരിഞ്ഞ് 2:30 പറക്കെഴുന്നള്ളിപ്പ്, വൈകിട്ട് 6:30 ദീപാരാധന, നാദസ്വരം എന്നിവയും രാത്രി 7:30 ഗാനമേള, പുലർച്ചെ 12:10 മുതൽ കാവടിയാട്ടം, 2:30 താലപ്പൊലി എഴുന്നള്ളിപ്പും നടക്കും. മുപ്പിളിയം മഠപ്പള്ളിക്കാവ് ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവാഘോഷം ജനുവരി 14 മുതൽ ജനുവരി 22 വരെ നടക്കും. ജനുവരി 20 മഹോത്സവം. ഒമ്പതുങ്ങൽ സുബ്രഹ്മണ്യ സമാജം ശ്രീ കൈലാസ ശിവക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവം ജനുവരി 12 ഞായറാഴ്ച ആഘോഷിക്കും. രാത്രി 8 വിവിധ ടീമുകളുടെ തിരുവാതിരക്കളി, എട്ടങ്ങാടി പുഴുക്ക്, പാതിരാപ്പൂ ചൂടൽ, ഉമാമഹേശ്വര പൂജ എന്നിവ ഉണ്ടായിരിക്കും. ഒല്ലൂർ സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിന്റെ 125ാം വാർഷികാഘോഷങ്ങളുടെ സമാപനവും സ്കൂൾ വാർഷികവും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയയപ്പും വെള്ളിയാഴ്ച സ്കൂൾ അങ്കണത്തിൽ നടത്തുമെന്ന് സംഘാടകർ ഒല്ലൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സമാപന സമ്മേളനം വെള്ളിയാഴ്ച വൈകിട്ട് 4 റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്യും. യോഗത്തിൽ നിർമ്മല പ്രോവിൻസ് സുപ്പീരിയർ സിസ്റ്റർ സാലി പോൾ അധ്യക്ഷത വഹിക്കും. മേരിമാത പള്ളി വികാരി ഫാദർ റാഫേൽ വടക്കൻ അനുഗ്രഹ പ്രഭാഷണം നടത്തും. വിരമിക്കുന്ന അധ്യാപകരായ സിസ്റ്റർ കൊച്ചുത്രേസ്യ, VJ ലിംസി എന്നിവരെ ചടങ്ങിൽ ആദരിക്കും. കോർപ്പറേഷൻ കൗൺസിലർ കരോളിൻ ജെറിഷ്, സ്റ്റാഫ് പ്രതിനിധി PL ലിലു, MPTA പ്രസിഡന്റ് മിനി ഡെന്നി, പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധി ഡോക്ടർ KR ഹേമമാലിനി, PTA പ്രസിഡന്റ് ജോസ് ചാക്കോള, വിദ്യാർത്ഥി പ്രതിനിധി NS ശ്രീലക്ഷ്മി എന്നിവർ സന്നിഹിതരാകും. വാർത്താ സമ്മേളനത്തിൽ സെന്റ് മേരീസ് ഹൈസ്കൂൾ മാനേജർ സിസ്റ്റർ ലിസ് ജോ, പ്രധാനാധ്യാപിക സിസ്റ്റർ ജിത പോൾ, PTA പ്രസിഡന്റ് ജോസ് ചാക്കോള, സ്റ്റാഫ് പ്രതിനിധി PL ലിലു, PTA എക്സിക്യൂട്ടീവ് അംഗം സജി ജോൺ എന്നിവർ പങ്കെടുത്തു. അനാരോഗ്യകരമായ എല്ലാ ആധുനിക ശീലങ്ങളും കണ്ണുകളുടെ ആരോഗ്യത്തെ വളരെയധികം ബാധിക്കുന്നു. പോഷകാഹാരക്കുറവ് കാഴ്ചയെ മാത്രമല്ല മൊത്തത്തിലുള്ള കണ്ണിന്റെ ആരോഗ്യത്തെയും ബാധിക്കും. നല്ല കാഴ്ചയ്ക്ക് ആവശ്യമായ ചില പോഷകങ്ങളുണ്ട്. കണ്ണുകളുടെ ആരോഗ്യത്തിനായി കഴിക്കേണ്ട ഭക്ഷണങ്ങളെക്കുറിച്ച് അറിയാം. ഒരു റിപ്പോർട്ട്. വെണ്ടയ്ക്കയിൽ ബീറ്റ കരോട്ടിൻ അടങ്ങിയിട്ടുണ്ട്. അതിൽ സിയാക്സാന്തിൻ, ലൂട്ടിൻ എന്നിവ അടങ്ങിയിട്ടുണ്ട്. ഈ പോഷകങ്ങളെല്ലാം നല്ല കാഴ്ച നിലനിർത്താൻ അത്യാവശ്യമാണ്. കണ്ണിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്ന വിറ്റാമിൻ സിയും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. കണ്ണുകളുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന മറ്റൊരു പച്ചക്കറിയാണ് ക്യാരറ്റ്. ബീറ്റ കരോട്ടിൻ ധാരാളമായി അടങ്ങിയിരിക്കുന്നതിനാൽ ക്യാരറ്റ് പതിവായി കഴിക്കുന്നത് കണ്ണുകളുടെ ആരോഗ്യത്തിന് ഏറെ ഗുണകരമാണ്. വിറ്റാമിൻ എയും മറ്റ് ആന്റി ഓക്സിഡന്റുകളും ഇതിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നു. ധാരാളം പോഷക ഗുണങ്ങൾ അടങ്ങിയ ഒന്നാണ് മധുരക്കിഴങ്ങ്. ബീറ്റ കരോട്ടിൻ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ഇവ കണ്ണിന്റെ ആരോഗ്യത്തിന് ഏറെ നല്ലതാണ്. ഉയർന്ന ബീറ്റ കരോട്ടിൻ അടങ്ങിയ ആപ്രിക്കോട്ട് ആരോഗ്യകരമായ പഴങ്ങളിൽ ഒന്നാണ്. ആപ്രിക്കോട്ടിൽ കാണപ്പെടുന്ന വിറ്റാമിൻ സി, ഇ, സിങ്ക്, ചെമ്പ് തുടങ്ങിയ പോഷകങ്ങൾ പതിവായി കഴിക്കുന്നത് മാക്യുലർ ഡീജനറേഷന്റെ സാധ്യത കുറയ്ക്കുക ചെയ്യും. വിറ്റാമിൻ എ, സി എന്നിവ കണ്ണിന്റെ ആരോഗ്യത്തിന് അത്യാവശ്യമാണ്. പേരയ്ക്കയിൽ ഇവ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതിനാൽ പേരക്ക കഴിക്കുന്നത് കണ്ണിന്റെ ആരോഗ്യത്തിന് ഉത്തമമാണ്. കണ്ണിന്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്ന ആന്റി ഓക്സിഡന്റായ ല്യൂട്ടിൻ ബ്രോക്കോളിയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. നാരുകളാൽ സമ്പുഷ്ടമായ ബ്രോക്കോളി വിറ്റാമിൻ സി, ബീറ്റ കരോട്ടിൻ, ല്യൂട്ടിൻ, സിയാക്സാന്തിൻ എന്നിവയും അടങ്ങിയിട്ടുണ്ട്. ധാരാളം പോഷകങ്ങൾ അടങ്ങിയതും വിറ്റാമിൻ സിയാൽ സമ്പുഷ്ടവുമാണ് നെല്ലിക്ക. വിറ്റാമിൻ സി ധാരാളം അടങ്ങിയ നെല്ലിക്ക കഴിക്കുന്നത് കണ്ണിന്റെ ആരോഗ്യത്തിന് ഏറെ നല്ലതാണ്. ആന്റി ഓക്സിഡന്റുകളും മറ്റ് പോഷകങ്ങളും ധാരാളം അടങ്ങിയ ഇലക്കറികൾ കണ്ണിന്റെ ആരോഗ്യത്തിന് ഏറെ നല്ലതാണ്. ബദാം, വാൽനട്ട് തുടങ്ങിയ നട്ട്സുകൾ നല്ല കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നതിന് മാക്യുലർ ഡീജനറേഷൻ പ്രക്രിയയെ മന്ദഗതിയിലാക്കാൻ സഹായിക്കുന്നു.
പതിവായി മീൻ കഴിക്കുന്നത് കാഴ്ചശക്തി കൂട്ടുന്നു. omega-3 ആസിഡുകളുടെ സമ്പന്നമായ ഉള്ളടക്കം മാക്യുലർ ഡീജനറേഷന്റെ സാധ്യതകളെ തടയും. കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7260 രൂപ, പവന് 56,080 രൂപ. കൊടകര പുത്തഞ്ചിറക്കാരൻ പരേതനായ ജോസഫ് ഭാര്യ ഏലിയ അന്തരിച്ചു. 85 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഡെയ്സി, തോമസ്, മേരി, വർഗീസ്, ഡെന്നി, മിനി എന്നിവർ മക്കളും. മേഴ്സി, ജെയ്സൺ, മിനി, അനോജി, ജെയിംസ്, പരേതനായ പാപ്പച്ചൻ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നേടിയ സ്വർണ്ണ കപ്പിന് പുതുക്കാട് ഉജ്ജ്വല സ്വീകരണം. നന്ദിക്കര റെയിൽവേ ഗേറ്റിൽ ലോറിയിടിച്ച് റെയിൽവേ വൈദ്യുതി ലൈൻ പൊട്ടി. ഒഴിവായത് വൻ ദുരന്തം. നാടാമ്പാടത്ത് കാട്ടാന കൃഷി നശിപ്പിച്ചു. കള്ളിച്ചിത്ര കോളനിക്ക് സമീപം വേങ്ങക്കൽ തങ്കച്ചന്റെ നേന്ത്രവാഴകളാണ് കാട്ടാന നശിപ്പിച്ചത്. മലയോര പ്രദേശങ്ങളിലെ മനുഷ്യ വന്യജീവി സംഘർഷം ഒഴിവാക്കാൻ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഹ്യൂമാനിസ്റ്റിക് റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മൂവ്മെന്റ് കോടാലിയിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. കല്ലൂർ കിഴക്കേ പള്ളിയിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ അമ്പു തിരുനാൾ ശനിയാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.